നമ്മൾ പഠിച്ച ഹിസ്റ്റെറിസിസ് ലൂപ്പും പെർമനൻറ്റ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ഇവർ തമ്മിലും എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുവേണ്ടി ഞാൻ 2 ടൈപ്പ് മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് വരച്ചിട്ടുണ്ട്. നോക്കുക, ഇതൊരു എച്ചും ബിയും വാരി ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. അതിൽ 2 ടൈപ്പ് മെറ്റീരിയൽസിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പ് വരച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഒരു സോഫ്റ്റ് അയണിൻ്റെയാണ്. സോഫ്റ്റ് അയണിൻ്റെ ഒരു ബി എച്ച് കർവ് വരച്ചപ്പോൾ എനിക്ക് ഒരു നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ് കിട്ടിയത്. എച്ച് റൈറ്റ് സൈഡിലേക്കും ബി മുകളിലേക്കും, അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈ ആക്സിസിലും ഞാൻ പ്ലോട്ട് ചെയ്തു. അതിനുശേഷം ഞാനൊരു സോഫ്റ്റ് അയൺ എടുത്തു. സോഫ്റ്റ് അയണിൻ്റെ ബി എച്ച് കർവ് വരച്ചു. എനിക്ക് കിട്ടിയത് നേരോ ആയിട്ടുള്ള ഒരു ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്, അല്ലെങ്കിൽ ബി എച്ച് ലൂപ്പാണ്. ഇനി മറ്റൊരു മെറ്റീരിയലിനെടുത്തു, അതായത് സോഫ്റ്റ് അയണിന് പകരം സ്റ്റീലിനെ എടുത്തപ്പോൾ ഇതേപോലെ തന്നെ ഞാനൊരു ബി എച്ച് ലൂപ്പ് വരച്ചു, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റെറിസിസ് ലൂപ്പ് വരച്ചു. എനിക്ക് കിട്ടിയത് കുറച്ചും കൂടി വൈഡായിട്ടുള്ള ഒരു ബി എച്ച് ലൂപ്പാണ്, അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്. സ്റ്റീലിന് ഒരല്പം കൂടി വൈഡായിട്ടുള്ള ഹിസ്റ്റെറിസിസ് ലൂപ്പും സോഫ്റ്റ് അയണിന് കുറച്ച് നേരോ ആയിട്ടുള്ള ഹിസ്റ്റെറിസിസ് ലൂപ്പുമാണ് ലഭിച്ചത്. സ്റ്റീലിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഉള്ളിൽ ഏരിയ കൂടുതലാണ്. സോഫ്റ്റ് അയണിൻ്റെ ഹിസ്റ്റെറിസിസ് ലൂപ്പിൻ്റെ ഉള്ളിലുള്ള ഏരിയ കമ്പാരിറ്റീവ്ലി കുറവാണ്. കോയേഴ്സിവിറ്റി ഉണ്ട്, റിറ്റൻറ്റിവിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ഈ ഹിസ്റ്റെറിസിസ് ലൂപ്പ് നോക്കി ഇതിൽ, അതായത് സോഫ്റ്റ് അയൺ സ്റ്റീൽ, ഈ 2 ആളുകളിൽ ആരെയാണ് നമുക്കൊരു പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആരെയാണ് നമുക്കൊരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയാൻ സാധിക്കും. നോക്കാം നമുക്കത് എങ്ങനെയാണ് പറയാൻ സാധിക്കുക എന്ന്. 2 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യത്തെ പോയിന്റ്, സം മെറ്റീരിയൽസ് ഹാവ് നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പ്. അതായത് സോഫ്റ്റ് അയൺ പോലെയുള്ള മെറ്റീരിയൽസിന് നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്. ദേ ഹാവ് ലോ റിറ്റൻറ്റിവിറ്റി, ലോ കൊയേഴ്സിവിറ്റി ആൻഡ് ലോ ഹിസ്റ്റെറിസിസ് ലോസ്. ലോ റിറ്റൻറ്റിവിറ്റി, അതേപോലെ തന്നെ ലോ കൊയേഴ്സിവിറ്റി. എന്താണ് റിറ്റൻറ്റിവിറ്റി, എന്താണ് കൊയേഴ്സിവിറ്റി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു മെറ്റീരിയലിൻ്റെ ആ ഹിസ്റ്റെറിസിസ് ലൂപ്പ് നാരോ ആണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിന് ലോ റിറ്റൻറ്റിവിറ്റി ആയിരിക്കും, ലോ കൊയേഴ്സിവിറ്റി ആയിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ഏരിയ കുറവായിരിക്കും. അതുകൊണ്ട് പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജി കുറവായിരിക്കും. ആ പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്തു പോകുന്ന ആ ഒരു എനർജിയെ നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്നാണ് വിളിക്കുന്നത്. ലോസ്, നഷ്ടപ്പെടുക, എനർജി നമുക്ക് പുറത്തേക്ക് നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ ഏരിയ അറിയാമെങ്കിൽ പുറത്തേക്ക് പോകുന്ന എനർജി പെർ യൂണിറ്റ് വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ചെറിയ നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്, ചെറിയ ഏരിയ ആണ്. അതുകൊണ്ട് ഹിസ്റ്റെറിസിസ് ലോസും കുറവായിരിക്കും. സോഫ്റ്റ് അയൺ പോലെയുള്ള മെറ്റീരിയൽസിന് ലോ റിറ്റൻറ്റിവിറ്റിയാണ്, കാരണം നാരോ ഹിസ്റ്റെറിസിസ് ലൂപ്പാണ്. അതുകൊണ്ട് ലോ റിറ്റൻറ്റിവിറ്റിയാണ്, ലോ കൊയേഴ്സിവിറ്റിയാണ്, ഹിസ്റ്റെറിസിസ് ലോസും കുറവാണ്. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ദേ ആർ യൂസ്ഡ് ആസ് കോർസ് ഓഫ് സോളിനോയിഡ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. അതായത് ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കറണ്ട് കടത്തി വിടുക, അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോറ് വയ്ക്കുക, മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് പ്ലസ് ഉള്ളിൽ വെച്ചിരിക്കുന്ന കോറ്, ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. അങ്ങനെയെങ്കിൽ സോഫ്റ്റ് അയൺ പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റ് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് അയൺ, അത് സോളിനോയിഡിൻ്റെ കേസിലാണ്. സോളിനോയിഡിൻ്റെ കേസിൽ നമ്മളൊരു കോറിന് വെച്ച് കഴിഞ്ഞാൽ, സോഫ്റ്റ് അയൺ കോറിന് വെച്ച് കഴിഞ്ഞാൽ ആ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സോളിനോയിഡ് പ്ലസ് സോഫ്റ്റ് അയൺ കോർ, ആ സോളിനോയിഡിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സോഫ്റ്റ് അയൺ കോർ, ആ സിസ്റ്റത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് സോഫ്റ്റ് അയൺ പോലെയുള്ള മെറ്റീരിയൽസിന് ആ ഹിസ്റ്റെറിസിസ് കർവ് അല്ലെങ്കിൽ ഹിസ്റ്റെറിസിസ് ലൂപ്പ് നാരോ ആണ്. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? എന്തിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം? ഇലക്ട്രോ മാഗ്നറ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പെർഫെക്റ്റ് എക്സാമ്പിളാണ് സോഫ്റ്റ് അയൺ. ഇനി രണ്ടാമത്തെ മെറ്റീരിയൽ നോക്കുക. സ്റ്റീലാണ് രണ്ടാമത്തെ മെറ്റീരിയൽ. സ്റ്റീലിൻ്റെ ആ ഒരു ഹിസ്റ്റെറിസിസ് ലൂപ്പ് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്കൊരു അല്പം വൈഡായിട്ടുള്ള
ഹിസ്റ്ററസിസ് ലൂപ്പാണ് കിട്ടിയത്. സം മെറ്റീരിയൽസ് ഹാവ് വൈഡ് ഹിസ്റ്ററസിസ് ലൂപ്പ്. ദേ ഹാവ് ഹൈ റിറ്റൻറ്റിവിറ്റി, ഹൈ കൊയേഴ്സിവിറ്റി ആൻഡ് ലാർജ് ഹിസ്റ്ററസിസ് ലോസ്. അതായത് ആദ്യത്തേതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ജസ്റ്റ് ലൈക്ക് സ്റ്റീൽ, ആൽനിക്കോ എക്സെട്ര. ഹിസ്റ്ററസിസ് ലൂപ്പിൻ്റെ ആ ഒരു തിക്നെസ് അല്ല, ശരിക്കും ആ ഒരു വൈഡ്നെസ് കൂടുതലാണ്. സ്റ്റീലിൻ്റെ ഹിസ്റ്ററസിസ് ലൂപ്പ് ഒരല്പം വൈഡാണ്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഏരിയ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ, അതായത് സ്റ്റീലിൻ്റെ കൊയേഴ്സിവിറ്റി, റിറ്റൻറ്റിവിറ്റി ഇതൊക്കെ കൂടുതലാണ്. അതേപോലെ തന്നെ ഏരിയ കൂടുതലായതുകൊണ്ട് ഒരല്പം വൈഡാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും. ഏരിയ കൂടുതലായതുകൊണ്ട് പുറത്തേക്ക് വിടുന്ന എനർജി പെർ യൂണിറ്റ് വോളിയം കൂടുതലായിരിക്കും. അതായത് ഹിസ്റ്ററസിസ് ലോസും കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക്, അതായത് സ്റ്റീൽ പോലെയുള്ള, അല്ലെങ്കിൽ ആൽനിക്കോ നമ്മൾ പറഞ്ഞു അലുമിനിയം, നിക്കൽ, കൊബാൾട്ടിൻ്റെ ഒരു അലോയാണ് ആൽനിക്കോ. സ്റ്റീൽ അല്ലെങ്കിൽ ആൽനിക്കോ പോലെയുള്ള ആളുകൾക്ക് ഹിസ്റ്ററസിസ് ലൂപ്പ് വൈഡായിരിക്കും. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് വേണമെങ്കിൽ എന്തുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം? പെർമനൻറ്റ് മാഗ്നറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹിസ്റ്ററസിസ് ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാനായി സാധിക്കും. ഹിസ്റ്ററസിസ് ലൂപ്പ് നേരോ ആണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഇലക്ട്രോ മാഗ്നറ്റുകളായിട്ട് ഉപയോഗിക്കാം. ഹിസ്റ്ററസിസ് ലൂപ്പ് ഒരല്പം വൈഡാണെങ്കിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റുകളായിട്ടും ഉപയോഗിക്കാം.